ഉയരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സംഘപരിവാറിന് കീഴടങ്ങി എന്നുള്ള വിമർശനം UDF സർക്കാർ അധികാരമേറ്റപ്പോൾ മുതൽ ഉള്ളതാണ്? അതിനെ മറികടക്കുവാൻ ഇപ്പോൾ സർക്കാരിന് കഴിയുന്നുണ്ടോ ഈ നടപടികളിലൂടെ? അതെ അതെ ഷാബു പ്രസാദ്. ഇത് ഒന്നാമത്തെ കാര്യം, ഈ രണ്ട് ഇടത് വലത് മുന്നണികളുമുണ്ട്. ഈ സംഘവിരുദ്ധ RSS വിരുദ്ധ മോദി വിരുദ്ധ ഈ കോമ്പറ്റീഷനിൽ ഇവർ വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിലും പുലിവാലിലുമാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. കാര്യം ഇവർ തന്നെ പൊക്കിയ ഈ ഒരു സംഘപരിവാർ വിരുദ്ധ നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവിന്റെ അടിമകളായിപ്പോയി. അതാണ് സംഭവം. ഇപ്പം ഇവര് ഇടതുപക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ UDFന്റെ ഏറ്റവും കോൺഗ്രസിന്റെ ഒക്കെ ഇഷ്ട വിഷയമായിരുന്നു എന്താണ് ഡീല്, RSSുമായിട്ടുള്ള ഡീല്, നിതിൻ ഗഡ്കരിയായിട്ടുള്ള ഡീല്, മോദിയായിട്ടുള്ള ഡീല്, ആ ഡീല് ഈ ഡീല് ഇവര് കൊണ്ട് CPM അതിൻ്റെ അകത്ത് ആ പ്രചരണത്തിൽ ആ നറേറ്റീവ് ബിൽഡിങ്ങില് കോൺഗ്രസ് വലിയൊരളവോളം വിജയിച്ചിട്ടുണ്ട്. നമുക്കത് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ ഗംഭീരമായിട്ട് അവർ അതിനെ വേണ്ട രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ഇവർക്ക് LDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് തന്നെ ഇപ്പോൾ UDF സർക്കാരിനെതിരെയും വന്നിരിക്കുകയാണ്. അതാണ് ഈ സംഭവം. ഇവർ തന്നെ കെട്ടഴിച്ചു വിട്ട ആ ഭൂതം ഇവരുടെ നേരെ ഇപ്പൊ തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. ഇത് വേണ്ടിയിരുന്നോ, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് വരെ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ടാവുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇതിന്റെ ആ അവസ്ഥ എത്രത്തോളം വലുതാണ്. കാര്യം ഇവിടേക്ക് ഭരണപക്ഷത്തേക്ക് വന്നപ്പോഴാണ് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലായി അവര്. കാര്യം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഭരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് പോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഇവരാകപ്പാടെ ഒരു അങ്കലാപ്പിലാണ് ആയിരിക്കുന്നത്. അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പൊ സുഗതനെ മറ്റേ കാപ്പ കേസിൽ കൊടുത്തി പിടിച്ചകത്തിടുന്നു. അപ്പൊ ഇവിടെ സർക്കാരിന്റെ ഇവിടുന്ന് തന്നെ ഒരു സെക്രട്ടറി കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് കത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഇപ്പൊ ഇന്നലെ TGയെ പിടിച്ചു. ഇന്നലെ 10-12 സുഗതന്റെ കേസിൽ ആ അണ്ടർ സെക്രട്ടറിയെ വീട്ടിലിരുത്തി എന്ന് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ PM A സലാം പറയുകയാണ്. അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന്. അതായത് സംഘപരിവാറിന് ഞങ്ങൾ കീഴടങ്ങില്ല എന്നുള്ള സന്ദേശം. ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയാന്നുള്ള എത്ര ദിവസം അവരെ വീട്ടിലിരുത്താൻ പറ്റും? എത്ര ദിവസം അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റും? ഇതിനകത്ത് അവര് നിയമത്തിന്റെ വഴികൾ മാത്രമല്ല, അവര് നിയമവിരുദ്ധമായിട്ടോ ഭരണഘടനാ വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യം അവർ ചെയ്തു എന്നുള്ളതല്ലാതെ അതിന് എന്തെങ്കിലും അടിസ്ഥാനപരമായ നിലനിൽപ്പുണ്ടോ? പക്ഷേ തൽക്കാലം ഇങ്ങനെ ഒരു മൂടുപടം ഇടാൻ വേണ്ടിയിട്ട്, കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ ഇന്നലെ അർജുനായെങ്കിൽ അറസ്റ്റ് ചെയ്തു. അതിന് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോയി TG മോഹൻദാസിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ TG മോഹൻദാസ് ഇവിടെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല, ഒളിവിൽ പോയിട്ടില്ല. ആ മനുഷ്യൻ ഈ പറഞ്ഞ വിവാദപരമായ വീഡിയോ പിൻവലിച്ചിട്ടില്ല. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. അദ്ദേഹം ആ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നെ വന്ന് കൊണ്ടുപോകും. നെഞ്ചുവേദന അനുഭവിച്ചില്ല, അഭിനയിച്ചില്ല, ഒന്നുമില്ല. പോലീസുകാർ വന്നു, കൂളായിട്ട് അദ്ദേഹം പോയി, എല്ലാത്തിനോടും സഹകരിച്ചു, വന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് ജാമ്യം കിട്ടി. ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ കോപ്രാണ്ടി കാണിക്കലിലേക്ക് ഈ സർക്കാരിന് മാറേണ്ട ഒരു ഗതി. VD സതീശൻ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായാൽ അത്യാവശ്യം തലക്കകത്ത് ബോധമുള്ള ഒരാളാണ്. പക്ഷേ ഈവൻ മുസ്ലിം ലീഗിന്റെയും പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർക്കും ആൾക്കാർക്കും അറിയാം ഇവർ ഈ കാണിക്കുന്നത് മുഴുവൻ കോമാളിത്തരമാണ് എന്നുള്ളത്. ഞങ്ങൾ സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ PM ശ്രീയുടെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു KM ഷാജി പറഞ്ഞു നടന്നിരുന്നത്? ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ഇപ്പൊ നമുക്കിത് പറയാം, കുറച്ച് കഴിഞ്ഞ ആൾക്കാർ ഇതൊക്കെ അങ്ങ് മറന്നോളും. ആ കാലം കഴിഞ്ഞു. പറയുന്ന ഓരോ വാക്കും ഇവിടെ ഡോക്യുമെന്റഡ് ആവുകയാണ്. അല്ല, ഈ വന്ദേമാതരം പാടുന്ന കാര്യത്തിൽ, വന്ദേമാതരം ആലപിക്കുന്ന കാര്യത്തിൽ അതും സംഘപരിവാറിന് കീഴടങ്ങുന്നില്ല എന്നുള്ള സന്ദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നേതാക്കൾ തുറന്നു പറയുന്നുമുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കില്ല. അപ്പോൾ അവിടെയും സംഘപരിവാറിന് കീഴടങ്ങില്ല. നമുക്ക് കാണാം. എന്താ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. ഇത് വന്ദേമാതരം പൂർണ്ണമായും, അതായത് ഔദ്യോഗിക ചടങ്ങുകളിലും ഗവർണർ ഇങ്ങനെ പങ്കെടുക്കുന്നതിൽ പൂർണ്ണമായും പാടിയിരിക്കണം എന്നുള്ളത് ഇപ്പൊ ഈ രാജ്യത്തെ നിയമമാണ്. ലോ ഓഫ് ലാൻഡ് ആണ്. ഇല്ല, നിയമമൊന്നുമില്ല. ആര് പറഞ്ഞു? പാർലമെന്റ് പാസ്സാക്കിയത് അറിഞ്ഞില്ലേ? ഇല്ല, അതിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണമെന്ന് പറയുന്നില്ല. ജനഗണമനയ്ക്ക്
ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് നൽകിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അവഹേളിക്കരുത് എന്നുള്ളതാണ്. പാടാൻ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ, ആലപിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. ഇത് പാടുന്നതില്ല, എഴുന്നേറ്റ് നിന്നാൽ മതി, എത്രയേ ഉള്ളൂ. അല്ല, ആലപിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാത്ത സമയത്താണ് ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു DO നൽകിയത്. അല്ല, പൂർണ്ണമായും അത് റൂളാണ്. പൂർണ്ണമായും അവിടെ ഡയറക്ഷനേ ഉള്ളൂ ശ്രീ ഷാബു. താങ്കൾ ചെക്ക് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. ഡയറക്ഷനേ ഉള്ളൂ. ഹോം മിനിസ്ട്രിയുടെ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ഷനേ ഉള്ളൂ. ഇപ്പോഴത് നിയമമാണെന്ന്. ഇല്ല, അത് അവഹേളിച്ചാലാണ് സർ. അവഹേളിച്ചാലാണ് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ക്രിമിനൽ കുറ്റമാവുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നോക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പൂർണ്ണമായും ആലപിക്കില്ല. ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്, ഞങ്ങളുടെ നയത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്നതും ഒരു അപമാനിക്കലാണെന്നേ. അങ്ങനെ വേണമെങ്കിൽ അത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല കേട്ടോ. നിയമ ഭേദഗതിയുടെ പരിധിയിൽ വരില്ല. ശരി, വരട്ടെ, ഇനി എന്തും ആയിക്കോട്ടെ. ഈ രാജ്യത്ത്, ഈ കേരളത്തിന്റെ, അതായത് രാജ്യം മുഴുവൻ ഇത് കാണുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാണ് വന്ദേ മാതരം മുഴുവൻ ആലപിക്കണോ വേണ്ടയോ. വന്ദേ മാതരം മുഴുവനും ആലപിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മതേതരത്വം ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് താഴെ വീഴും. ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണിത് കേട്ടോ. ഇത് രാജ്യം മുഴുവൻ കാണും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ കാലമൊന്നും അല്ല മനുഷ്യേ. പറയുന്ന ഓരോ വാക്കും, എടുക്കുന്ന ഓരോ നിലപാടുകളും, ഇപ്പൊ ഞാനായാലും മനുഷ്യരായാലും ഇവിടെ ആരെയായാലും ഇത് ഡോക്യുമെന്റഡ്. ശരിയാണ്. ഇതിൽ സംഘപരിവാറിന് ദേശീയ തലത്തിൽ ഗുണകരമാകുന്ന ഒന്നെന്ന് പറയുന്നത് സവർക്കറുടെ വിഷയമായിരിക്കും. സവർക്കർ ക്വിസിലെ ആ ക്വിസ് മത്സരത്തിൽ സവർക്കറെ കുറിച്ചുള്ള ചോദ്യം, ആ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെതിരെ എടുത്ത നടപടി, അത് ദേശീയ തലത്തിൽ സംഘപരിവാർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ വന്ദേ മാതരം ഇപ്പൊ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് വിഷയമാണോ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ ഈ രാജ്യത്ത്. വേറെ എവിടെയെങ്കിലും ഞങ്ങൾ വന്ദേ മാതരം മുഴുവൻ പാടില്ല? ഈ രാജ്യം, ഈ നാട് നേരിടുന്ന, ഈ നാട് ഇവിടെ അഭിമാനത്തോട് പറയുന്ന കാര്യമാണ്, വന്ദേ മാതരം ഞങ്ങൾ പാടില്ല, മുഴുവൻ പാടില്ല. അല്ല, അത് നാട് ഭരിക്കുന്ന കോൺഗ്രസിന്റെ UDF-ന്റെ പ്രഖ്യാപിത നയമാണ്. അവർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ. അതിപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചായിരിക്കും പോവുക. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അല്ല, അന്നേരം ഈ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളോ? സാറേ, ഈ വന്ദേ മാതരം മുഴുവൻ പാടില്ല എന്ന് പറയുന്നതേ, വന്ദേ ഭാരതത്തിന്റെ 2 സ്റ്റാൻസ മാത്രമേ നേരത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം വന്ന ഈ പുതിയ കേന്ദ്ര സർക്കാർ നയം അനുസരിച്ച്, അതായത് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറയുന്ന അടിസ്ഥാന നയം അനുസരിച്ചാണ് ബാക്കിയുള്ള സ്റ്റാൻസ് കൂടി അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അല്ലല്ല, അതിനു മുമ്പ് വളരെ കൃത്യമായിട്ട് 2 സ്റ്റാൻസ പാടി എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിച്ച ഒരു രാജ്യമാണ്. ഇപ്പൊ അതിനകത്ത് ഈ അഡീഷണൽ ആയിട്ട് 3-4 സ്റ്റാൻസുകൾ ചേർക്കണം എന്നുള്ളത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇത് സംഘപരിവാറിന് കീഴടങ്ങുന്നു UDF സർക്കാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.